ദേശീയപാതയിൽ കൊയിലാണ്ടി പൂക്കാട് റോഡിൽ കുഴികളും വെള്ളക്കെട്ടും. വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതം. ഒന്നുകിൽ നാട്ടുകാർക്ക് റോഡാക്കി കൊടുക്കണം, അല്ലെങ്കിൽ തോടാക്കി കൊടുക്കണം. അതെ, ഇത് രണ്ടും ഉപകാരമില്ലാത്ത രീതിയിൽ പറ്റുമല്ലോ ജനങ്ങൾ. കേരള വിഷൻ ന്യൂസ് പരമ്പര നവ കുഴിയടയ്ക്കാൻ തുടരുന്നു. മുസ്ലിം ലീഗിനെതിരായ വിമർശനത്തിൽ ദേശാഭിമാനിക്ക് മറുപടിയുമായി ലീഗ് മുഖപത്രം. ദേശാഭിമാനി ലേഖനം CPIM-നുള്ള ബൂമറാങ് എന്ന് ചന്ദ്രിക. BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിന് വളമൊരുക്കുന്നത് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിനെതിരെ വിമർശനം. തോൽവി വിലയിരുത്തുന്നതിൽ പോലും പിഴവ്. UP ഗ്രേറ്റർ നോയിഡയിൽ മതിൽ തകർന്ന 3 കുട്ടികൾ മരിച്ചു. ഡൽഹി വസന്ത് വിഹാറിൽ മതിലിടിഞ്ഞു കാണാതായ 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഡൽഹിയിൽ തിങ്കളാഴ്ച വരെ കനത്ത മഴ തുടരും. പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കിയ കമ്പനിക്കെതിരെ കേസ്. നടപടി സിജി ലൂബ്രിക്കൻസ് എന്ന കമ്പനിക്കെതിരെ കേസ്. പ്രദേശവാസിയുടെ പരാതിയിൽ മൂന്നാറിൽ പുഴയിലേക്ക് മാലിന്യമൊഴുക്കിയ ഹോട്ടൽ പൂട്ടിച്ച് പഞ്ചായത്ത്. സർവകലാശാലകളിൽ ഗവർണറുടെ പടയൊരുക്കം. 6 സർവകലാശാലകളിൽ സ്വന്തം നിലയ്ക്ക് VC-മാരെ നിയമിക്കും. സെനറ്റ് പ്രതിനിധി ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. 2020 ലോകകപ്പിൽ ഇന്ന് കലാശ പോരാട്ടം. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം രാത്രി 8-ന് കെൻസിംഗ്ടൺ ഓവലിൽ. കോപ്പ അമേരിക്കയിൽ പരഗ്വയ്ക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം.